ദാഹമുണ്ടോ, നിങ്ങൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് കുടിക്കുക. ദാഹമുണ്ടോ കർത്താവ് നിങ്ങളെ തൃപ്തിപ്പെടുത്തും. ഇസ്രായേൽ ജനങ്ങളെ 6 ലക്ഷം ജനങ്ങളെ മരുഭൂമിയിൽ തൃപ്തിപ്പെടുത്തിയതുപോലെ, അവർ ദാഹം തീർത്തതുപോലെ ഇന്ന് ക്രിസ്തുവിന് നിങ്ങളുടെ ദാഹം തീർക്കുവാൻ കഴിയും. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരേ ഒരു ക്രിസ്തുവിനെയാ. ആ ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താട്ടെ, ആ ക്രിസ്തുവിലേക്ക് ഒന്ന് ടേൺ ചെയ്താട്ടെ. നിങ്ങൾ മറ്റെങ്ങും ഓടേണ്ട ആവശ്യമില്ലെന്നേ. എർക്കോമായി പ്രോസ് മിയ പിനോ, ഇതൊരു ഗ്രീക്ക് വേർഡാണ്. ഈ വേർഡിൻ്റെ മീനിങ് കം ടു മീ ആൻഡ് ഡ്രിങ്ക്. John chapter 7 verse 37, the word says, now in the last day, the great day of the feast, Jesus stood and called out, saying, if anyone thirst, let him come to me and drink. ഉത്സവത്തിൻ്റെ മഹാദിനമായ അവസാനത്തെ ദിവസം, ആ ഗ്രേറ്റ് ഡേ ആയ അവസാനത്തെ ദിവസത്തിൽ യേശു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദാഹിക്കുന്നവർ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു ഡിക്ലെയർ ചെയ്തു. ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു ഡിക്ലെയർ ചെയ്തു. ഈ പദം ആ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിളുമായി ബന്ധപ്പെട്ട് അവസാന ദിവസത്തിൽ ആ യേശു ഡിക്ലെയർ ചെയ്തൊരു പദമാണ്. കാരണം അവർ മരുഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് ആ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. And there was not water for the people to drink. അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. And the people argued with Moses and said, give us water that we may drink. And Moses said to them, why do you argue with me? Why do you tempt the Lord? അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. And the people tasted therefore water, and the people murmured against Moses and said, why is this that you brought us up out of Egypt to kill us and our children and our livestock with thirst? ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. അവർ മോശയുടെ നേരെ പിറുപിറുത്തു എന്നവിടെ വചനം പറഞ്ഞു. അപ്പം കുടിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ടും മരുഭൂമിയിൽ അവർ മോശയുടെ നേരെ പിറുപിറുത്തു. അവിടെ മോശ എന്ത് ചെയ്തു? മോശ ദൈവത്തോട്, യഹോവയോട് നിലവിളിച്ചു. ആൻഡ് മോസസ് ക്രൈഡ് ടു ദ ലോർഡ്. ആ പദം സഹാക്ക് എന്നുള്ള ഹെബ്രായ പദമാണ്. ടു ക്രൈ ഔട്ട്, ക്രൈ ഫോർ ദ ഹെൽപ്പ്. ഇസ്രായേൽ ജനങ്ങളും മോശയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അവർക്കൊരു പ്രോബ്ലം വന്നാൽ അവർ പിറുപിറുക്കുവാൻ തുടങ്ങും. അവർ പിറുപിറുത്തു എന്ന് പറയുന്നത്, ആ പിറുപിറുക്കുക എന്നുള്ള മർമഡ് എന്നുള്ളതിൻ്റെ ഹെബ്രായ പദം ലൂൺ എന്ന പദമാണ്. ആ ലൂൺ എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക, പരാതിപ്പെടുക. ആമേൻ. പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഇസ്രായേൽ ജനങ്ങൾ മോശം തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവർ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ പുറത്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ മോശയ്ക്കൊരു പ്രോബ്ലം വന്നാൽ, മോശയ്ക്കൊരു പ്രശ്നം വന്നാൽ മോശ യഹോവയോട് സഹായത്തിനായിട്ട് കരയുമെന്നാണ് പറയുന്നത്. അവിടെ മോശ ദൈവത്തോട് കരഞ്ഞു, ദൈവത്തോട് നിലവിളിച്ചു. സവാക്ക് എന്ന് പറഞ്ഞാൽ ക്രൈ ഫോർ ഹെൽപ്പ്. അപ്പോൾ മോശ ദൈവത്തോട് സഹായം ചോദിക്കും. നിങ്ങൾ ഏത് നിലവാരത്തിൽ ജീവിക്കുന്നവരാ? ഇസ്രായേൽ ജനങ്ങളെ പോലെയാണോ? ഒരു പ്രോബ്ലം വന്നാൽ പിറുപിറുക്കുന്നവരാണോ? പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണോ? കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ? അതോ മോശയെ പോലെ ഒരു പ്രോബ്ലം വന്നാൽ സഹായത്തിന് ദൈവത്തോട് അപേക്ഷിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഹല്ലേലൂയ. മോശയെ ലീഡറാക്കാൻ, ദൈവത്തിന് ഓരോരുത്തരെ വരെ തിരഞ്ഞെടുക്കാൻ ഓരോ കാരണമുണ്ട്. മോശയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാ: മോശ പിറുപിറുക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയല്ല, പരാതിപ്പെടുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയല്ല, കുറ്റം പറയുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയല്ല, നെഗറ്റീവ് പറയുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയല്ല. മറിച്ച് ഒരു നീഡ് വന്നാൽ യഹോവയെ നോക്കി സഹായം ചോദിക്കുവാനുള്ള ആ ഒരു മനസ്സുള്ള വ്യക്തിയാണ്. പക്ഷെ ഇസ്രായേൽ ജനങ്ങൾ അങ്ങനെയല്ല. അവർ ഒരു പ്രോബ്ലം വന്നാൽ അവർ പിറുപിറുത്തുകൊണ്ടേയിരിക്കും, അവർ ഒരു പ്രോബ്ലം വന്നാൽ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും, അവർ ഒരു പ്രശ്നം വന്നാൽ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, നിരാശ പറഞ്ഞുകൊണ്ടേയിരിക്കും, നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ നടന്നു പോവുക. ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു.
And the Lord said to the Moses, go on ahead of the people and take with you the elders of Israel, and take your rod with which you are stuck the nail, take it in your hand and go. Behold, I will stand before you there upon the rock in ഹോറേബ്. ഹോറേബ് എന്ന ആ മലയുടെ മേളിൽ ഞാൻ നിൽക്കും. ഹോറേബിന്റെ മേളിൽ. ഹോറേബ് എന്ന പദത്തിന്റെ അർത്ഥം ഡിസെർട്ട്, മരുഭൂമി എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടാവും. അപ്പം പാറയുടെ മേൽ, ഹോറേബിൽ പാറയുടെ മേൽ ദൈവം നിൽക്കുമെന്നാണ് പറയുന്നത്. ആ പാറയെ നീ അടിക്കണം. അടിക്കുമ്പോൾ ആ പാറയിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് കുടിപ്പാനുള്ള വെള്ളമുണ്ടാവും. അങ്ങനെ മോശ എന്ത് ചെയ്തു? അവൻ ദൈവത്തിൻ്റെ ആ കൽപ്പന പ്രകാരം പാറയെ അടിച്ചു. 6 ലക്ഷത്തിലധികം ഇസ്രായേൽ ജനങ്ങൾക്ക് തൃപ്തികരമാം കുടിച്ച് തൃപ്തിപ്പെടുവാൻ തക്കവണ്ണമുള്ള വെള്ളം ആ പാറയിൽ നിന്നുണ്ടായി. ഒരു പർവ്വതത്തിൽ നിന്നല്ല, ഒരു പാറയിൽ നിന്ന് ആ വെള്ളം പുറപ്പെട്ടു. 6 ലക്ഷത്തിലധികം ജനങ്ങൾ, അവർ മൃഗങ്ങളും കുടിച്ച് തൃപ്തിപ്പെടുവാൻ തക്കവണ്ണം വെള്ളമുണ്ടായി. അതൊരു നദി പോലെ, മരുഭൂമിയിൽ ഒരു നദി പോലെ ഒഴുകിയെന്നാണ് പറയുന്നത്. ഒരു പാറയിൽ നിന്നുള്ള വെള്ളം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ജലാശയമായി, ഒരു നദിയായി മാറി. എന്നാൽ 1 കൊറിന്ത്യൻസ് 10-ാം അധ്യായത്തിനകത്ത് ഇവിടെ പറയുന്നു, 10-ാം അധ്യായം 4-ാമത്തെ വാക്യം, നാം എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പം ഇസ്രായേൽ ജനങ്ങൾ വെള്ളം കുടിച്ച, ഇസ്രായേൽ ജനങ്ങൾ തൃപ്തി വന്ന, വെള്ളം നദി പോലെ ഒഴുകിയ, മോശ അടിച്ച ആ പാറ, കൊറിന്ത്യ ലേഖനത്തിനകത്ത് പൗലോസ് പറയാ, ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. അപ്പം അവർക്ക് തൃപ്തി നൽകുവാൻ ദൈവം ഒരുക്കി വെച്ച പാറ, അവരെ അനുഗമിച്ച പാറ എന്നാണ് പറയുന്നത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. And they all drank of the same spiritual drink, for they drank from the spiritual rock that followed them. അവരെ പിന്തുടർന്ന ആത്മീക പാറ. ആ ഫോളോഡ് എന്നുള്ളതിന് അക്ലോത്തിയോ എന്നുള്ള ഗ്രീക്ക് പദമാണ്. ആ അക്ലോത്തിയോ എന്ന് പറഞ്ഞാൽ ടു ഫോളോ വൺ ഹു പ്രൊസീഡ്സ്, മുമ്പുള്ള ഒരാളെ പിന്തുടരുക. അപ്പോൾ നമ്മളെ പിന്തുടർന്ന്, അവരെ പിന്തുടർന്ന് വന്ന അക്കമ്പനി ചെയ്ത ആ ആത്മീക പാറ, അത് ക്രിസ്തുവാകുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ഓക്കേ, അത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഒരേ ഒരു പാറയിൽ നിന്ന് ഒഴുകിയ ആ വെള്ളത്തിന് സാധിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ സകല ആവശ്യങ്ങളാണ് ഓൾ വേൾഡിലുള്ള ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാനും ക്രിസ്തു എന്ന പാറയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞേ, ദാഹിക്കുന്നവർ എല്ലാവരും എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് പറയാൻ കാരണം എന്താ? ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് ദാഹമുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് എന്തിനെ കുറിച്ചുള്ള ദാഹമാ? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തുള്ള നിരാശയായിരിക്കാം, നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തുള്ള തകർച്ചയായിരിക്കാം, ഡിസ്യൂണിറ്റി ആയിരിക്കാം, അടുത്തൊരു ലെവലിലേക്ക് കയറാൻ പറ്റാത്തൊരു ദാഹമായിരിക്കാം, ഫിനാൻഷ്യൽ പ്രോബ്ലം എന്നുള്ള ദാഹമായിരിക്കാം, കടബാധ്യത എന്നുള്ളൊരു ദാഹമായിരിക്കാം, തകർന്ന അനുഭവത്തിൽ കിടക്കുന്ന ഒരു ദാഹമായിരിക്കാം, ഏതു മേഖലയിലുള്ള ഒരു ദാഹമായിരിക്കാം, സ്നേഹം കിട്ടാതെയുള്ള ഒരു ദാഹം, സ്നേഹത്തിനോടുള്ള ദാഹമായിരിക്കാം, കുടുംബജീവിതത്തോടുള്ള ദാഹമായിരിക്കാം. എന്തിനോടുള്ള ദാഹമാണോ, ഏതു തരത്തിലുള്ള ദാഹമാണോ, നിങ്ങൾ ക്രിസ്തുവിന്റെ അരികിലേക്ക് വന്നട്ടെ. യേശു പറയാ, ദാഹിക്കുന്നവർ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവർ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ദാഹമുണ്ടോ? നിങ്ങൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് കുടിക്കുക. ദാഹമുണ്ടോ? കർത്താവ് നിങ്ങളെ തൃപ്തിപ്പെടുത്തും. ഇസ്രായേൽ ജനങ്ങളെ, 6 ലക്ഷം ജനങ്ങളെ മരുഭൂമിയിൽ തൃപ്തിപ്പെടുത്തിയതുപോലെ, അവരുടെ ദാഹം തീർത്തതുപോലെ ഇന്ന് ക്രിസ്തുവിന് നിങ്ങളുടെ ദാഹം തീർക്കുവാൻ കഴിയും. ഇന്ന് ക്രിസ്തുവിന് നിങ്ങളുടെ ദാഹം തീർക്കുവാൻ കഴിയും. ഏതു തരത്തിലുള്ള പ്രോബ്ലമാണോ, ക്രിസ്തുവാണ് അതിൻ്റെ സൊല്യൂഷൻ. 6 ലക്ഷത്തിലധികം ഇസ്രായേൽ ജനങ്ങൾക്കും വെള്ളം കൊടുക്കുവാൻ ഒരു പാറയാണ് യഹോവയെ ദൈവം ഒരുക്കി നിർത്തിയതെങ്കിൽ, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരേ ഒരു ക്രിസ്തുവിനെയാ. ആ ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താട്ടെ, ആ ക്രിസ്തുവിലേക്ക് ഒന്ന് ടേൺ ചെയ്താട്ടെ. നിങ്ങൾ മറ്റെങ്ങും ഓടേണ്ട ആവശ്യമില്ലെന്നേ. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുവെങ്കിൽ, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ, ആ ക്രിസ്തുവിനോട് നിങ്ങൾ ചേർന്നിരിക്കുന്നുവെങ്കിൽ, ആ ക്രിസ്തുവിൽ നിങ്ങളുടെ സകല ദാഹത്തെ, വിശപ്പിനെ തീർക്കുവാനുള്ള ആഹാരവും വെള്ളവും ആ ക്രിസ്തുവിനകത്തുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല.
ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ അരികിൽ വരാൻ തയ്യാറാണോ? കർത്താവിലൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? ആമേൻ. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കത്തില്ല. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ക്രിസ്തുവിനെ കൊണ്ട് കഴിയും. ഏത് തരത്തിലുള്ള ദാഹമാണോ, ഏത് തരത്തിലുള്ള പ്രശ്നമാണോ, നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിനെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. 38 വാക്യം, യോഹന്നാൻ സുവിശേഷം 7:38 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ പറയുക, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. The one who believe in me, as the scripture has said, out of his belly shall follow rivers of living water. ആമേൻ. യേശുവിന്റെ അരികിൽ വന്നാൽ നിങ്ങളുടെ ദാഹം തീരും. പക്ഷെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ നദി ഒഴുകാൻ തുടങ്ങും. മറ്റുള്ളവരുടെ ദാഹം തീർക്കുന്ന, മറ്റുള്ളവർക്ക് സർപ്ലസ്, നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു കവിയുന്ന അനുഗ്രഹത്തിന്റെ ആ നദി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ, the word says, as the scripture has said, out of his belly, out of your belly shall follow rivers of living water. Hallelujah. അനുഗ്രഹത്തിന്റെ നദി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അനുഗ്രഹമാകുന്ന നദി നിങ്ങളിൽ നിന്ന് ഒഴുകും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അഭിഷേകത്തിന്റെ നദി നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് തേജസ്സിന്റെ നദി നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നന്മയുടെ നദി നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ പ്രോസ്പെരിറ്റിയുടെ റിവർ നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ ഹീലിംഗിന്റെ നദി നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്താണോ നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിലൊന്ന് വിശ്വസിച്ച് അത് നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. ഇനി ശൂന്യത ഉണ്ടാകത്തില്ല, ഇനി ദാരിദ്ര്യം ഉണ്ടാകത്തില്ല, ഇനി കുറവുകൾ ഉണ്ടാകത്തില്ല. നദി സമൃദ്ധിയായി നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. നദി നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങൾ പിറുപിറുത്തതുപോലെ പിറുപിറുക്കാതെ ക്രൈസ്റ്റിനെ ഫോക്കസ് ചെയ്ത് ക്രിസ്തുവിൽ ഒന്നായി തീർന്നേ. ക്രിസ്തുവുമായിട്ടൊരു റിലേഷൻ ഉണ്ടാകട്ടെ, ക്രിസ്തുവുമായിട്ടുള്ള റിലേഷൻ ഉണ്ടാകട്ടെ. ഐ മീൻ, ക്രിസ്തു നിങ്ങളുടെ ആത്മീക പാറയാ. ഹല്ലേലൂയ. ക്രൈസ്റ്റ് ഈസ് യുവർ സ്പിരിച്വൽ റോക്ക്. നിങ്ങളുടെ ആത്മീക പാറയാ. നിങ്ങളെ പിന്തുടരുന്ന, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു ആത്മീക പാറയാണ്. നിങ്ങളുടെ പാറയാണ് ക്രിസ്തു. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന പാറ. ദാഹിക്കുന്നവർ ക്രൈസ്റ്റിന്റെ അരികിലേക്ക് വന്നാട്ടെ, വിശക്കുന്നവർ ക്രിസ്തുവിന്റെ അരികിലേക്ക് വന്നാട്ടെ. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിന്റെ ജീവൻ സമൃദ്ധിയായി ഒഴുകുവാൻ തുടങ്ങും. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അധികമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ നിന്ന് ആ നദി ഒഴുകും. നിങ്ങളിൽ നിന്ന് ജീവന്റെ നദി ഒഴുകും. നിങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ നദി ഒഴുകും. നിങ്ങളിൽ നിന്ന് സമ്പത്തിന്റെ നദി ഒഴുകും. ഇപ്പോൾ അത് നിങ്ങൾ സംഭവിക്കാൻ പോകുക. ഗോഡ് ബ്ലസ് യു.